അപ്പോൾ നമുക്ക് സെക്കൻഡ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലാൻ ഹാങ്ങിങ്ങിൻ്റെ റോപ്പിൻ്റെ ഡിസൈൻ അതെങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാസ്റ്റിക് റോപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇത് 10 രൂപയുടെ കയറാണ്. ഇതിൻ്റെ 10 രൂപയ്ക്ക് 2 പാക്കറ്റ് മേടിച്ചതാണിത്. ഇത് 3 മീറ്ററിൽ 4 ത്രെഡ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പഴയ വളയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ത്രെഡ് ഒരു വളയ്ക്കകത്തൂടെ ഇട്ട് കൊടുത്തേക്കുവാണ്. കറക്റ്റ് ഈക്വൽ ഹാഫ് ആയിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഈക്വൽ ഹാഫ് ആക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരു ഹൈറ്റ് ആയിട്ടുള്ളൊരു പ്ലേസിൽ പ്ലേസ് ചെയ്യുക. നമ്മളിത് ഹാങ് ചെയ്തിട്ടാലേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു മെഷർമെൻറ്റിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് കയറി ഇറങ്ങി വളഞ്ഞൊക്കെ പോകും. അതുകൊണ്ട് എപ്പോഴും ഹാങ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇതിലേതെങ്കിലും ഒരു ത്രെഡ് വെച്ചിട്ട് നമ്മൾ നോട്ട് ഇട്ട് കൊടുക്കണം. ഇത് കുറച്ചുകൂടി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു മെത്തേഡാണ്. അപ്പം ആ ഒരു നോട്ടൊക്കെ എങ്ങനെയാണ് ഇടുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കൈൻ്റെ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. അപ്പം ഒരു ചെറിയ യു ഷേപ്പ് ഫോം ആവും. അതവിടെ വെച്ചിട്ട് ഈ റോപ്പ് വെച്ച് തന്നെ അതിനെ റൊട്ടേറ്റ് ചെയ്യാം. നല്ലതുപോലെ ടൈറ്റ് ചെയ്തിട്ട് ചുറ്റി കൊടുക്കുക. റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയൊരു യു ഷേപ്പ്, നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത ആ ഷേപ്പ് ചെറിയൊരു യു ഷേപ്പായിട്ട് കിട്ടും. അതിലൂടെ നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കയറ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇത് ഒന്ന് താഴോട്ട് വലിച്ചു കൊടുക്കുക. നോട്ട് ഇടുമ്പോഴത്തേക്ക് ഇതുപോലെ നമുക്ക് കിട്ടും. ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് നോട്ട് ഇടാൻ പറ്റും. ഇനി ബാക്കി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഹാങ്ങിങ്ങിൽ അതേ സെയിം പാറ്റേൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്തടുത്തുള്ള 2 ത്രെഡ് എടുക്കുവാണ്. ഇനി ഇത് ലെഫ്റ്റ് ത്രെഡും ഇത് റൈറ്റ് ത്രെഡുമായിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ലെഫ്റ്റ് ത്രെഡ് റൈറ്റിൻ്റെ ബാക്കിലൂടെ എടുക്കുക. ഇപ്പം കണ്ടില്ല, ഒരു 4ൻ്റെ ഷേപ്പാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മൾ ഈ ലെഫ്റ്റിലത്തെ ത്രെഡ് ഈ റൈറ്റിലെ ത്രെഡിൻ്റെ ബാക്കിൽ കൂടെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 4ൻ്റെ ഷേപ്പാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഈ 4ൻ്റെ എൻഡിൽ ഇതുപോലെ ഒരു യു ഷേപ്പ് ആക്കുക. എന്നിട്ട് പുറത്തു നിന്ന് അകത്തോട്ട് എടുക്കുക. എടുത്തതിന് ശേഷം എന്നിട്ട് നമ്മളിപ്പോൾ അകത്തോട്ടിട്ട് ആ വയർ ജസ്റ്റ് ഒന്ന് വലിക്കുക. നമുക്കിവിടെ ഒരു നോട്ട് കിട്ടും, കണ്ടില്ലേ? അതിനുശേഷം ഈ റോപ്പ് ഉണ്ടല്ലോ, നമ്മൾ ഈ എടുത്തേക്കുന്ന ഈ യു ഷേപ്പുള്ള ത്രെഡല്ല, അതല്ലാതെ അതിൻ്റെ കൂടെയുള്ള ഈ ഒരു ത്രെഡ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നമ്മുടെ ബാക്കിലുള്ള ത്രെഡ്, ഈ ത്രെഡല്ല, നമ്മളിപ്പം അകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത ത്രെഡല്ല, അതിൻ്റെ ബാക്കിലുള്ള ത്രെഡ് വലിച്ചു കൊടുക്കുക. ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ ഈ യു ഷേപ്പിൻ്റെ മേളത്തെ പോർഷനിൽ വലിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു റോപ്പ് റെഡിയാണ്. അതിലൂടെ നമ്മൾ യൂസ് ചെയ്യാത്ത, അതായത് ഈ ലൂപ്പ് പോവാത്ത ഈ ത്രെഡല്ല, ഈ ത്രെഡാണ് അതിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറ്റേ ത്രെഡ് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന കയറിൻ്റെ അതേ ഒരു പാറ്റേണിലാണ് ആയി വരുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഈ ത്രെഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ത്രെഡിൻ്റെ മേൽഭാഗം ഇതിൻ്റെ വലിക്കുമ്പോൾ ഇത് ടൈറ്റ് ആവും. അതുപോലെ തന്നെ ഇതിൻ്റെ താഴത്തെ പോർഷൻ വലിക്കുമ്പോൾ ഇത് ലൂസാവും, കണ്ടില്ലേ? എന്നിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം ഇട്ട് കൊടുക്കുമ്പോൾ വലിക്കുന്നത് ഈ ഒരു ത്രെഡാണ്.
അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ അടുത്തടുത്തുള്ള 2 റോപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ലെഫ്റ്റ് റോപ്പും ഇത് റൈറ്റ് റോപ്പുമാണ്. ഈ ലെഫ്റ്റ് റോപ്പ് റൈറ്റ് റോപ്പിൻ്റെ ബാക്കിലൂടെ എടുക്കുക. കണ്ടില്ലേ? അപ്പോൾ ഒരു 4 ഷേപ്പ്, അപ്പോൾ ഒരു 4ൻ്റെ ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്. ഈ 4ൻ്റെ എൻഡ് പോർഷന് ജസ്റ്റ് ഇങ്ങനെ ഒരു യു ഷേപ്പിൽ പിടിക്കുക. എന്നിട്ട് മേളിൽ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അകത്തുനിന്ന് എടുക്കുക. എന്നിട്ട് ഈ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. ഈ മേളത്തെ പോർഷൻ വലിച്ചിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുമ്പം ഈ 4 നോട്ടും കറക്റ്റ് ഈക്വൽ പൊസിഷനിൽ തന്നെ ആണോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ലൂപ്പ് ഉണ്ടാക്കിയേക്കുന്ന ഈ യു ഷേപ്പ് ഉണ്ടാക്കിയേക്കുന്ന ത്രെഡല്ല, അതാണിത്. അതല്ല യൂസ് ചെയ്യുന്നത്. അതിന് തൊട്ടപ്പുറത്തുള്ള ത്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ അകത്തൂടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലത്തെ പോർഷന് വലിച്ചു കൊടുക്കുക. അകത്തോട്ട് ഇട്ട് കൊടുക്കുക. താഴോട്ട് വലിക്കുക ഈ ത്രെഡ്. എന്നിട്ട് ഈ പോർഷൻ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു 33 സെൻറ്റിമീറ്റർ വരെയെങ്കിലും ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നിടത്ത് 33 സെൻറ്റിമീറ്റർ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ വരെ ഇതുപോലെ പിന്നി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ നോട്ടൊക്കെ ചെയ്യുന്നതെങ്കിൽ ആദ്യം കുറച്ച് പാടായിരിക്കും. പക്ഷെ ചെയ്ത് വരുമ്പം വളരെ സിമ്പിളാണ്. നമ്മൾ മുടിയൊക്കെ പിന്നുന്നത് പോലെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ 4 പെയേഴ്സും പിന്നിക്കഴിഞ്ഞു. ഇനി ഇത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ മേലത്തെ ത്രെഡ് ഉണ്ടല്ലോ, അത് ഈ ഹോളിൻ്റെ അകത്തൂടെ ഇട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ ഇതുപോലെ യു ഷേപ്പ് ആക്കിയിട്ടായിരുന്നു അകത്തോട്ട് ഇട്ട് കൊടുത്തത്. ഇത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സിംഗിളായിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വലിച്ചു കൊടുക്കുക. അപ്പം ഈ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതേപോലെ 4 ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പോർഷനിൽ നിങ്ങൾക്കത് ബീഡ് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബീഡ് ഇട്ട് കൊടുക്കാം. ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. അത് സെക്യൂർ ആയിട്ട് ഇരിക്കുന്നില്ലെങ്കിൽ ഒരു നോട്ടൂടെ ഇട്ട് കൊടുക്കുക. ഇതേ രീതിയിൽ എല്ലാ റോപ്പിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ 4 ത്രെഡിലും ബീഡ്സ് ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ ഹാങ്ങിങ്ങിൽ ചെയ്തതുപോലെ അടുത്തടുത്തുള്ള 2 പെയർ എടുക്കുക. എന്നിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ 4 നോട്ടും ഇട്ട് കഴിഞ്ഞു. ഇനി എൻഡിലൊരു നോട്ട് ഇടണം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു പോട്ട് വെച്ചിട്ടൊന്ന് മെഷർ ചെയ്യുക. എന്നിട്ട് ഈ നോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ മെഷർ ചെയ്തപ്പം എനിക്ക് ഈ ഒരു പോയിന്റിലാണ് കിട്ടിയത്. ഇനി ഈ ബാക്കിയുള്ള ത്രെഡിൻ്റെ അകത്ത് ഏറ്റവും നീളമുള്ള ത്രെഡ് എടുക്കുക. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്തതുപോലെ തന്നെയാണ് ഇനിയും നോട്ട് ഇടാൻ പോകുന്നത്. ഏറ്റവും നീളമുള്ളൊരു ത്രെഡ് എടുത്തു. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ചെറിയൊരു യു ഷേപ്പ് ആക്കുക. എന്നിട്ട് റോൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ നോട്ടും ഇട്ട് കൊടുത്തു. എന്നിട്ട് താഴോട്ട് വലിച്ചു കൊടുക്കുക.
ഇനി അഡീഷണൽ ആയിട്ടുള്ള ത്രെഡ് കട്ട് ചെയ്ത് കളയണം. നമുക്കിനി ഇതിലൊരു ഫോട്ടോ വെച്ചെടുക്കാം. ഒരു വെട്ടമെങ്കിലും നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ രസമാണ് ഇത് ചെയ്യാൻ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ ഓരോ രീതിയിൽ കെട്ടുമ്പം ഓരോരോ നോട്ട് ഉണ്ടാവുന്നതും ഓരോ ഡിസൈൻ ഫോം ആവുന്നതും ഒക്കെ നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ ഒരു വെട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പ്ലാൻ ഹാങ്ങിങ് ചെയ്യാവുന്നതേ ഉള്ളൂ വീട്ടിൽ തന്നെ. അതിന് വേണ്ടിയിട്ട് നമ്മളിനി മേടിക്കുകയൊന്നും വേണ്ട, നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്ത കുറച്ച് പ്ലാൻ ഹാങ്ങിങ് റോപ്പാണ് ഇതെല്ലാം. ഞാൻ ചെയ്ത സെക്കൻഡ് മെത്തേഡ് ഇല്ലേ, അതിൻ്റെ ജൂട്ട് വെച്ചിട്ട് ചെയ്തതാണിത്. ജൂട്ട് വെച്ച് ചെയ്യുമ്പം നമുക്കത്ര ഗ്യാപ്സ് അറിയാൻ പറ്റില്ല, അടുത്തടുത്തായിരിക്കും ഇരിക്കുന്നത്. ഇത് ടേർട്ടിൽ വൈനാണ് ഇതിൻ്റെ അകത്ത് നട്ടേക്കുന്നത്. നെക്സ്റ്റ് വെറും സിമ്പിളാണ്, അതിൻ്റെ അകത്ത് ഞാൻ ബീഡ്സ് ഒന്നും ഇട്ടിട്ടില്ല. മണി പ്ലാന്റ് ആണിത്. നെക്സ്റ്റ് നമ്മൾ ചെയ്ത സെക്കൻഡ് മെത്തേഡ് വെച്ച് ചെയ്ത യെല്ലോ വയറാണിത്. കണ്ടില്ലേ, നമ്മൾ മേടിച്ച് അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ ഈ ചട്ടി ഞാൻ തന്നെയാണ് പെയിൻ്റ് അടിച്ചത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള മീൻ ചട്ടിയാണിത്, അത് പെയിൻ്റ് അടിച്ചേക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നെക്സ്റ്റ് വീഡിയോ അതിനെപ്പറ്റി ചെയ്യുന്നതായിരിക്കും. നമ്മൾ ആദ്യം ചെയ്ത ഫസ്റ്റ് മെത്തേഡ് ചെയ്തതാണ്, ബീഡൊക്കെ വെച്ചിട്ട് ചെയ്തതാണിത്. ടൊറിയനിയാണ് ഇത്. ഞാൻ ചെയ്ത മാക്രം വെച്ചിട്ടുള്ള വർക്കാണ്. ഞാൻ 8th ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെയ്തതാണിത്. അവിടെ ഞങ്ങൾ പുറത്താണ് പഠിച്ചതൊക്കെ, നാഗ്പൂരിൽ. അപ്പം 8ാം ക്ലാസ്സിൽ മിസ്സ് ചെയ്യിപ്പിച്ച ഒരു വർക്കായിരുന്നു ഇത്. മാക്രമൊക്കെ വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് ഓരോരോ ഡിസൈനിലും പാറ്റേണിലും ഒക്കെ ചെയ്യാവുന്നതാണ്. നമ്മുടെ വീടിൻ്റെ അകത്ത് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നടാനാണെങ്കിലും വളരെ നല്ലതാണ്, നല്ല ഭംഗിയാണ് കാണാൻ. മാക്രമേ ആർട്ട് എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം തന്നെയുണ്ട്. അപ്പം നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല, പക്ഷേ നല്ല രസമാണ് ഇത് ചെയ്യാൻ. ഓരോ നോട്ട് ഇടുമ്പം ഓരോരോ ഡിസൈൻ ഫോം ആവുന്നതും ഓരോ രീതിയിൽ നമ്മൾ ത്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുക്കുമ്പോൾ പുതിയ പുതിയ പാറ്റേൺ ഒക്കെ ക്രിയേറ്റ് ആകും. നല്ല രസമാണ് അത് ചെയ്യാൻ. ഞാനിത് ജൂട്ട് വെച്ച് ചെയ്തതാണ്, ജൂട്ട് വെച്ചിട്ട് ഹാങ്ങിങ് ചെയ്തതാണ്. മണി പ്ലാന്റ് ആണ് നട്ടേക്കുന്നത്. നല്ലൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെയാണ് ചെയ്തതെന്ന് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇതിനെപ്പറ്റി ചെയ്യുന്നതായിരിക്കും. ഇത് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തിട്ട് ചെയ്തതാണ്. ഒരു ചെറിയൊരു പൂച്ചയുടെ ഒരു ഫേസാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സും ഗാർഡനിങ്ങും ഫാമിങ്ങും ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ, അത് കെയർ ചെയ്യുന്നത് എങ്ങനെയാണ്, അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ അമ്മയുടെ ചാനലായ മിനീസ് ലൈഫ് സ്റ്റൈൽ കണ്ടു നോക്കുക. അവിടെ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും നല്ല വിശദമായിട്ട് എൻ്റെ മമ്മി പറഞ്ഞു തരുന്നതാണ്. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജിലും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അവിടെയും നിങ്ങൾക്ക് എൻ്റെ വർക്ക്സിൻ്റെ അപ്ഡേറ്റ്സ് കാണാവുന്നതാണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.